നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഗൗതം എന്ന് പറയുന്ന ആരാ? ഞാനാണ് സർ. നിങ്ങളുടെ അനിയൻ പ്രണവിനെ കാണാതായി എന്ന പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി തന്ന ആള് സംശയമുണ്ടെന്ന് പറയുന്നത് നിങ്ങളെയാണ്. ഗൗതം സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. എന്താ സാർ ഈ പറയുന്നത്? എന്നെ സംശയിക്കുന്നു സർ. ഈ പ്രണവ് എൻ്റെ ബ്രദറാണ്. ഞാൻ ഇതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് നൽകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. അല്ല, ഈ മിസ്സിംഗ് കേസിൽ ആരാണ് പരാതി തന്നിരിക്കുന്നത്? പരാതി കൊടുത്തത് ഞാനാ. സംശയിക്കണ്ട, ഗൗതമിന്റെ പേര് പരാതി കൊടുത്തത് ഞാൻ തന്നെ. എന്തോന്ന് ശിവൻ ഇത്? എന്തൊക്കെ നീ കാണിക്കുന്നത്? നീ തന്നെ ഗൗതമിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തത്? എന്റെ പ്രണവിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഗൗതമിന്റെ കൈയുണ്ട്. അതിലെനിക്കൊരു സംശയമില്ല. നോക്ക് ശിവാനി, നീ സ്ഥിരം കളിക്കുന്ന കളി പോലെയല്ലത്. പോലീസ് കേസാണ്. പ്രണവ് നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പേ അവൻ എന്റെ അനിയനാണ്. അനിയനെന്ന് പറയുമ്പോ സഹോദരനൊന്നും അല്ലല്ലോ. ഒരു വീട്ടിൽ ജീവിച്ചു എന്ന് കരുതി സഹോദരനോ അനിയനോ ഒന്നും ആവില്ലല്ലോ. ശിവാനി, വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുൻപ് നിനക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ? സോറി ആന്റി, എനിക്ക് എന്നെ പ്രണവിനെ കണ്ടെത്തിയേ പറ്റൂ. ആ പാവം മനുഷ്യനെ കാണാതായിട്ട് നേരെ ഇത്രയായി, ഒരു ഇൻഫർമേഷനും ഇല്ല. എനിക്കല്ലാതെ ആർക്കെങ്കിലും അതിന്റെ പേരിൽ ഒരു ടെൻഷൻ ഉണ്ടോ? പ്രണവിനെ ഗൗതം അപായപ്പെടുത്തിയതായിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പരാതി കൊടുത്തത്. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? പ്രണവിനെ ഗൗതം അപായപ്പെടുത്തി എന്നൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു ശിവാനി? ഇക്കാലം അത്രയും പ്രണവിനെ ആരാണ് ദ്രോഹിച്ചതെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സീൻ ക്രിയേറ്റ് ചെയ്തോ? ഞാനോ? നിന്റെ കെട്ടിയോൻ പ്രണവിനെതിരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഹക്കോട്ട് പറഞ്ഞു തരണോ ഞാൻ? സാറിനറിയോ, ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ഞാനാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്റെ ഭർത്താവിനെ ഈ മനുഷ്യൻ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചു. അതും പോരഞ്ഞിട്ട് രാത്രി ഞാനും പ്രണവും ഉറങ്ങാൻ കിടന്ന സമയത്ത് കഥകിലും മുട്ടി വിളിച്ച് തുറപ്പിച്ച് പ്രണവിനെ തല്ലാനും കൊല്ലാനും നോക്കി. അതേ രാത്രി ഈ നിൽക്കുന്ന ഗൗതമന്റെ ഭാര്യ നിധി പ്രണവിനെ ഈ വീട്ടിന്റെ ഹാളിൽ വെച്ച് തല്ലാൻ നോക്കി. സർ, ഉള്ളത് പറയാലോ, പ്രണവിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി. ഈ വീടും ബിസിനസ്സും എല്ലാം പ്രണവിന് അവകാശപ്പെട്ടതാണെന്നുള്ള സത്യം പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. എല്ലാം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ പ്രണവിനെ അപായപ്പെടുത്തിയതാ. അതെനിക്ക് ഉറപ്പാ. അനാവശ്യം പറയല്ലേ ശിവാനി. നീ എങ്ങനെങ്കിലും പ്രണവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം നീ ഗൗതമിനെ കേസ് കൊടുക്കാനാണോ ശ്രമിക്കുന്നത്? ആന്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വീട്ടിലെ സർവ്വ മനസമാധാനം നശിച്ചിട്ടാ പ്രണവ് ഈ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോയത്. പ്രണവ് രാത്രിയിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് അറിയാവുന്ന 2 പേര് ഗൗതവും നിധിയ. കാരണം രാത്രി മുഴുവൻ നിധി ഈ പരിസരത്തൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ പ്രണവിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ പ്രണവിനെ അപായപ്പെടുത്തിയത് ആരാ? അത് ഗൗതം തന്നെയാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചാ മതിയോ? അതെ, ഒന്ന് നിർത്തുവോ നിങ്ങൾ? നിങ്ങളുടെ തർക്കം കേട്ട് നിൽക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നോക്ക് ഗൗതം, ഇതൊരു മാൻ മിസ്സിംഗ് കേസാണ്. നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റും വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിലെടുത്തേ പറ്റൂ. സഹകരിക്കണം. സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സാർ, ആ പരാതി വിശ്വസിക്കരുത്. ഞാനും അവനും ഒരമ്മയുടെ വയറ്റിൽ പെടുന്നതല്ലെന്നേ ഉള്ളൂ. ഒരു സ്വന്തം സഹോദരനായിട്ടാണ് ഞാൻ അവനെ കണ്ടിരിക്കുന്നത്. അതൊക്കെ പിന്നത്തെ കാര്യം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെന്നേ. ഒന്നുകിൽ പ്രണവ് എവിടെയുണ്ടെന്ന് നിങ്ങളിപ്പൊ പറയണം, അതല്ലെങ്കിൽ എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം. രണ്ടിലൊന്ന് ചെയ്തേ പറ്റൂ. സർ, ഞാൻ പ്രണവിന്റെ അമ്മയാ. പ്രണവിന് ദോഷം വരുന്ന ഒരു കാര്യവും ഗൗതം ചെയ്യില്ല. ആന്റി, ആന്റിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് എന്റെ പ്രണവിനെ കണ്ടെത്തിയേ പറ്റൂ. ഗൗതം, ഇനിയും സംസാരിച്ച് സമയം കളയാൻ താല്പര്യമില്ല. ഞങ്ങളുടെ കൂടെ വരുന്നോ അതോ ബലം പ്രയോഗിക്കണോ? സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. രാത്രി ഉറങ്ങാൻ കിടന്ന ഒരാളെ
രാവിലെ കാണാതായതിന്റെ പേരിൽ ഞാനാണ് കുറ്റക്കാരനെന്ന് ബ്ലൈൻഡായിട്ടങ്ങ് ആരോപിക്കരുത്. രാത്രി പ്രണവ് വീടിന് പുറത്തു പോയി എന്നാണ് ഈ പറയുന്ന ശിവാനി പോലും സമ്മതിക്കുന്നത്. ഞാൻ പുറത്തു പോയി പ്രണവിനെ അപായപ്പെടുത്തിയെന്നാണ് ശിവാനിയുടെ ആരോപണം. സർ പ്ലീസ്, ഒരു 5 മിനിറ്റ്. ഈ വീട്ടിൽ CCTV ഉണ്ട്. നമുക്ക് വീടിന് പുറത്തേക്കുള്ള ക്യാമറയുടെ ദൃശ്യങ്ങൾ ഒന്ന് പരിശോധിക്കാമല്ലോ. അതിനുശേഷം സാർ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. ഓക്കെ, ഒരുപാട് സമയം എടുക്കരുത്. വേഗം പോയി CCTV ഫുട്ടേജ് കൊണ്ടുപോവാ. ഞാനിപ്പോൾ കൊണ്ടുവരാം. സർ, ഞാനും പ്രണവും തമ്മിൽ വഴക്കുണ്ടായി എന്ന് ശിവാനി പറഞ്ഞല്ലോ. അത് ഏകദേശം രാത്രി ഒരു 11 മണി സമയത്താണ്. നിധി, നീ പ്രണവിനെ ഹാളിൽ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മണിയേക്കാണ്? വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഞാൻ പ്രണവിനെ കണ്ടത്. അപ്പോൾ ഞാൻ ക്ലോക്കിൽ സമയം നോക്കിയിരുന്നു. 1 മണി ആകാറായിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, ഈ ഫുട്ടേജ് നോക്കണം. രാത്രി 1 മണിക്ക് ശേഷമുള്ള ഈ വീടിന്റെ മുൻവശത്തുള്ള CCTVയുടെ ഫുട്ടേജാണിത്. നോക്കണം സാർ. ഇപ്പത് സമയം 1:15. പ്രണവ് ഇറങ്ങി പോന്നു. സാർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ? സാർ കണ്ടല്ലോ, ഇപ്പൊ നേരം വെളുത്തു. ഇതുവരെയും ഈ വീടിന് പുറത്തേക്ക് 1 മണിക്ക് ശേഷം പ്രണവല്ലാതെ ഒരാളും പോയിട്ടില്ല. സാർ നോക്കണം. ഇത് പ്രണവിനെ കാണാനില്ലെന്ന് അറിഞ്ഞതിന് ശേഷം വസുന്ധരാന്റിയും ശിവാനിയും അന്വേഷിച്ചു പോകുന്നതല്ലേ? അതെ, അവര് പോകുന്നത് തന്നെയാണ്. സർ, ദൃശ്യത്തിൽ ഒന്നുകൂടെ നോക്കിക്കോളൂ. വസു ശിവാനിയും പോയതിന്റെ പുറകെയാണ് നിങ്ങളും പ്രണവിനെ അന്വേഷിച്ചു പോയത്. ഇനി സാറ് പറ, പ്രണവിനെ കാണാതായി എന്ന് പറയുന്ന 1 മണിക്ക് ശേഷം അവനെ കാണാനില്ല എന്ന് ശിവാനി പറഞ്ഞറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് ഈ വീടിന് പുറത്തേക്ക് പോയിട്ടുള്ളത്. ഇതിനിടയിൽ എപ്പോഴാണ് സാർ ഞാൻ പ്രണവിന്റെ പിന്നാലെ പോയി അവനെ അപകടപ്പെടുത്തുന്നത്? എന്താ ശിവാനി ഇത്? തന്റെ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ലെന്നേ തൽക്കാലം എനിക്ക് പറയാൻ പറ്റൂ. കാണാതായത് നിന്റെ ഭർത്താവിനല്ലേ ശിവാനി? ആ അവസരം മുതലെടുത്ത് ഗൗതമിനെതിരെ കേസ് കൊടുക്കാൻ നിനക്ക് ഒരു മടിയില്ലാതായി പോയല്ലോ. ഇതിപ്പം ഗൗതം പുറത്തു പോയില്ലെന്നല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഗൗതമിനെ പുറത്ത് ആളെ വെച്ചും പ്രണവിനെ ഉപദ്രവിക്കാമല്ലോ. നീ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് പ്രണവിനെ നീ തന്നെയാണോ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിന്റെ പേരിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല. സർ, എന്റെ പരാതിയിൽ സാർ നടപടി എടുത്തേ പറ്റൂ. ഉറപ്പായിട്ട് നടപടിയെടുക്കും, അന്വേഷിക്കുകയും ചെയ്യും. പക്ഷേ അതിനിപ്പോ ഗൗതമിനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ എന്തെങ്കിലും അറിവ് കിട്ടിയാൽ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും കേട്ടോ. സ്റ്റേഷനിലേക്ക് വരണം. ശരി സർ.